മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ഇൻഫർമേഷൻ എനിക്ക് BJP പ്രവർത്തകരിൽ നിന്ന് കിട്ടിയതാണ്. വളരെ സന്തോഷകരമായിട്ട് തോന്നിയൊരു കാര്യമാണ്. ബാങ്കുകളിൽ നിന്ന് ചെറിയ ചെറിയ തുക പ്രധാനമന്ത്രിയുടെ യോജന പ്രമാണിച്ചും പ്രധാനമന്ത്രിയുടെ പദ്ധതി പ്രമാണിച്ചും ഇൻഷുറൻസ് പദ്ധതികൾ പ്രമാണിച്ചും അതുപോലെ തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ചെറിയ ചെറിയ ശിശു ലോൺ, അതുപോലെ തന്നെ ഉള്ള ലോൺ ലഭിക്കുന്നതിനെക്കുറിച്ചും വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ ലഭിക്കുന്നതിനെക്കുറിച്ചൊക്കെ കുറേ വ്യക്തികൾ നിരന്തരം പ്രവർത്തിക്കുന്നു എന്ന് ഒരു വ്യക്തി എന്നോട് പറയുകയുണ്ടായി. അപ്പോ വെറുതെ എൻ്റെ ജ്യേഷ്ഠനോട് ഞാൻ ചോദിക്കേണ്ടായി, നേരിട്ട് എൻ്റെ മുകളിലുള്ള ജ്യേഷ്ഠനോട് ചോദിക്കേണ്ടായി, ചേട്ടൻ ഇതെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞു, കുറേ പ്രായമായവർ, എഴുതാനും വായിക്കാനും പോലും നല്ലതാണ് അറിയാത്തവര്, അവർക്ക് തീരെ ദാരിദ്ര്യമുള്ള കുടിലിൽ താമസിക്കുന്നവരാ, അവരെ ചെന്ന് കണ്ട് മുനിസിപ്പാലിറ്റി കൊടുക്കുന്ന വാർദ്ധക്യകാല പെൻഷന് ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട് എന്ന് പറയട്ടെ. ഞാൻ ചോദിച്ചു, ഏത് വിഭാഗത്തിലുള്ള ആൾക്കാരാ കൂടുതൽ വരുന്നത്? എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞു, മൗലവിമാരും മസ്ജിദിലുള്ളവരും അതുപോലെ തന്നെ ലോക്കൽ മുസ്ലിം കമ്മിറ്റികളും എല്ലാം അവരുടെ വാർദ്ധക്യ പെൻഷന് അതുമാതിരിയുള്ള പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ സംഘടനകൾ കുറേ ക്രിസ്ത്യൻ ആൾക്കാർക്ക് ക്രിസ്ത്യൻ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഹിന്ദുക്കളുടെ കാര്യത്തിൽ ആരും ഇൻവോൾവ് ആവാറില്ല. ഇവർക്കിതൊന്നും അറിഞ്ഞും കൂടാ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതുമാതിരിയുള്ള കാര്യങ്ങൾക്ക് വരുന്നത് ഹിന്ദു വിധവകള്, ഹിന്ദു വൃദ്ധര് തുടങ്ങിയവരാണ്. അല്ലാത്തവർ വരുമ്പോഴത്തേക്കും അവർക്കും ഇതേപോലെ ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ പല സ്ഥലത്തും അവരുടെ കമ്മിറ്റികളുണ്ട്, മസ്ജിദ് കമ്മിറ്റികളുണ്ട്, മോസ്ക് കമ്മിറ്റികളുണ്ട്, അവരുടെ ലോക്കൽ കമ്മിറ്റികളുണ്ട്, പള്ളി കമ്മിറ്റികളുണ്ട്, പള്ളിയിലെ ചാരിറ്റബിൾ ട്രസ്റ്റുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പള്ളിയിലേക്ക് വരുന്നവർക്കും മോസ്കിൽ വരുന്നവർക്കും ചെയ്തു കൊടുക്കാനുണ്ട്. അമ്പല കമ്മിറ്റികളിലോ അമ്പലങ്ങളിലോ ഇതുമാതിരിയുള്ള യാതൊന്നുമില്ല. വളരെ ലളിതമായിട്ടുള്ള ഒരു പദ്ധതി, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഫോമിൽ കറക്റ്റ് ഫില്ല് ചെയ്ത് കറക്റ്റ് അഡ്രസ്സും കൊടുത്ത് ആധാറിന്റെ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ ഒരു വെരിഫിക്കേഷൻ ഉണ്ട്, അത് അവർ നടത്തിക്കോളും. അത് കഴിഞ്ഞാൽ ഇവർക്ക് ഉപജീവനത്തിന് ഒരു മാർഗമായി. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നമ്മളുടെ കാര്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ നമ്മളുടെ സമൂഹത്തിൽ വേദനിക്കുന്നവരുണ്ട്, വിശക്കുന്നവരുണ്ട്, അനാഥരുണ്ട്, വൃദ്ധരുണ്ട്. ഒരുപക്ഷെ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് പെൻഷൻ കൊടുക്കാനോ അവർക്ക് ഉപജീവന മാർഗം കൊടുക്കാനോ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. കണ്ടിന്യൂസ് ആയിട്ട് സാധിച്ചു എന്ന് വരില്ല. ചിലപ്പോൾ നമുക്കൊരു ചെറിയ എമൗണ്ട് കൊടുക്കാൻ സാധിച്ചു എന്ന് വരും, മരുന്ന് മേടിച്ചു കൊടുക്കാൻ സാധിച്ചു എന്ന് വരും, ആവശ്യത്തിന് ചില ജീവിതോപാധികൾ മേടിച്ചു കൊടുക്കാൻ സാധിച്ചു എന്ന് വരും, സ്ഥിരമായിട്ട് സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് നല്ല കഴിവുള്ള വിദ്യാഭ്യാസമുള്ള യുവാക്കള് അവരുടെ കുറച്ച് സമയം, ഒരാഴ്ചയിൽ കുറച്ച് സമയം ഇതുമാതിരി വേദനിക്കുന്നവർക്ക് ഗവൺമെന്റ് അർഹിക്കുന്നവർക്ക് കൊടുക്കുന്ന വാർദ്ധക്യ പെൻഷനും വിധവാ പെൻഷനും രോഗത്തിന് ചികിത്സിക്കാനുള്ള സംവിധാനങ്ങളും ചെറിയ ചെറിയ 5 രൂപ 10 രൂപ അടച്ചിട്ടുള്ള ഇൻഷുറൻസും അങ്ങനെയുള്ള സംവിധാനങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉണ്ട്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഉണ്ട്. അത് ആര് നടത്തട്ടെ, മോഡി നടത്തട്ടെ, പിണറായി വിജയൻ നടത്തട്ടെ, യെദ്യൂരപ്പ നടത്തട്ടെ, ജയലളിത നടത്തട്ടെ, ആര് വേണമെങ്കിലും നടത്തിക്കോട്ടെ. പക്ഷേ വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും ലഭിക്കാനുള്ള സംവിധാനങ്ങൾ എവിടെ നിന്ന് ലഭിക്കുമെന്ന് ഒരു ഗൈഡൻസ് കൊടുക്കാൻ ആരുമില്ല. അവർക്ക് അങ്ങനെ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാൻ ആരുമില്ല. അത് നമ്മളുടെ കൂട്ടത്തിലുള്ളവർക്ക് ചെയ്യാൻ സാധിക്കട്ടെ. നമ്മളുടെ കൂട്ടത്തിലുള്ളവര് നമ്മളല്ലാതെ പിന്നെ ആരാ സഹായിക്കുക? മറ്റുള്ളവർക്ക് സഹായിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ അത് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വിമർശിക്കുകയോ എതിർക്കുകയോ പുച്ഛിക്കുകയോ ചെയ്യുന്നതിന് പകരം ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, 3 ഇലയിൽ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. അതില് മതത്തിന്റെ കാര്യം പറയല്ല, അതിൽ ഒരു ഇല ക്രിസ്ത്യാനിക്കും, ഒരു ഇല മുസ്ലിമിനും, ഒരു ഇല ഹിന്ദുവിനും ഉള്ളതാണ്. ഇപ്പൊ ക്രിസ്ത്യാനി വന്ന് അയാളുടെ ഭക്ഷണം ഭംഗിയായിട്ട് കഴിച്ചിട്ട് പോയി, മുസ്ലിം വന്നിട്ട് അയാളുടെ ഭക്ഷണം ഭംഗിയായി കഴിച്ചിട്ട് പോയി, മൂന്നാമത്തെ ഹിന്ദു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചിട്ട് പോയി, അവർക്ക് അങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടിയെന്ന്. നമുക്കവിടെ ഭക്ഷണം വിളമ്പി വെച്ചിട്ടുണ്ട്, നമ്മളത് എടുക്കാൻ പഠിക്കണ്ടേ, നമ്മളത് കഴിക്കാൻ പഠിക്കണ്ടേ? നമ്മളെ മാത്രം ചിന്തിച്ച് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുന്നു.
സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പൂജയുടെയും അവസാനത്തിൽ ലോകാസമസ്ത സുഖിനോ ഭവന്തു ആണ്. ആ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളതിന് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് അന്നദാനം, അമ്പലത്തിൽ ചോറ് കൊടുക്കുക, സ്വർണ്ണ കൊടിമരത്തിന് ഡൊണേഷൻ കൊടുക്കുക, അതല്ല വേണ്ടത്. ജീവിതത്തിന്റെ അവസാനം വരെ ചെറിയ തുക കൊടുക്കാൻ മുമ്പോട്ട് വരുന്ന സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് അത് പ്രത്യേകിച്ച് ഒരു ഭാഗിക ചിന്തയുമില്ലാതെ ലഭ്യമാക്കാൻ പാകത്തിന് സഹായിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് വലിയൊരു അനുഗ്രഹമായിരിക്കുന്നു തോന്നുന്നു. അതാണ് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയുടെ പ്രായോഗികാർത്ഥം എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.